എന്താ ഇയർ ഹുക്കും പിടിച്ചെന്നല്ലേ നമ്മൾ ഇന്നതിനെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. കുറച്ച് ലെങ്ത് ഉള്ള ഐപ്പിന്റെ ചെറിയ ഗോൾഡൻ ബീഡ് 0.5 mm കോപ്പർ വയർ ഇത്ര എടുക്കുക. കോപ്പർ വയർ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഐപ്പിനിലേക്ക് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റിയെടുക്കുക കേട്ടോ. സ്പ്രിങ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇയർ ഹുക്കിന്റെ അറ്റത്തൊക്കെ ഒരു സ്പ്രിങ് ഉണ്ടാവില്ല, അതാണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ആക്കിയത്. ഇനി ബാലൻസ് രണ്ട് സൈഡിലെ കമ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഐപ്പിനിലേക്ക് നമ്മുടെ ആ ഒരു ചെറിയ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത സ്പ്രിങ്ങും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. സ്പ്രിങ് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കോർത്തെടുക്കാൻ പറ്റും. ഐപ്പിന്നിന്റെ ലെങ്ത് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് ലെങ്ത് കുറയ്ക്കേണ്ട. ഇത് ലെങ്ത് കൂടിയ ഐപ്പിൻ ആയതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമ്മുടെ സ്പ്രിങ് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റൈറ്റിലേക്ക് വളച്ചു കൊടുക്കുക. ഇനി ഒരു പേന വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഓപ്പോസിറ്റിലേക്ക് ഒന്ന് വളച്ചെടുക്കാം. പേന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിന്റെ അറ്റം ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് വളച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇയർ ഹുക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത കമ്മലിലേക്ക് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒറിജിനൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ.